ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒക്ടോബർ 19 തീയതിയാണ്. സോ ഇന്ന് നമുക്ക് സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ നമ്മുടെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി, ബ്ലൗസ്, പാവാടയൊക്കെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ പാവാട വാങ്ങിക്കാൻ വേണ്ടി പോയി. എനിക്ക് നോർമൽ പാവാടയൊന്നും ഇവിടെ കിട്ടണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. സോ നമ്മൾ ഷേപ്പറാണ് വാങ്ങിച്ചേക്കുന്നത്. എനിക്ക് വീട്ടിലും ഷേപ്പർ തന്നെയായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എടുക്കാൻ മറന്നുപോയി. എൻ്റെ വീട്ടിലുള്ള സെയിം കളർ ബ്ലാക്ക് തന്നെയാണ് ഷേപ്പർ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. വെറൈറ്റി കളേഴ്സ് ഒന്നും നോക്കിയിട്ട് അവിടെ ആകെ റെഡും ബ്ലാക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ റെഡും ബ്ലാക്കും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു മഞ്ഞ കളറൊക്കെ. അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. എൻ്റെ സാരി വന്ന റോസ് കളറാണ്. സോ അതൊക്കെ ചുമ്മാ വാങ്ങിച്ച് വെക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ സമയം 9:30 9:45 നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് അവിടെ എത്തണം. 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ടാവും. പക്ഷെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം ഒരു 1:30-2 മണിയൊക്കെ ആവും. അപ്പം ഇന്നലെയൊക്കെ ഞാൻ രാത്രി 1 മണിക്ക് അങ്ങാണ്ടാണ് കുളിച്ചത്. അതുകൊണ്ട് നമുക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. കണ്ണൊക്കെ മറ്റേ തൂങ്ങിയൊക്കെ ഇരിക്കുന്നു. പക്ഷെ എന്നെ എഴുതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം എല്ലാവരും റെഡി ആവുന്നതൊക്കെ ഉള്ളൂ. എൻ്റെ മേത്ത് സ്പ്രേ പത്മ അവിടെ നിന്ന് സ്പ്രേ അടിച്ച് എൻ്റെ മേത്തെല്ലാം സ്പ്രേ തെറിച്ച് ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ട് എന്തു പറയാനാ. ഓക്കെ, എനിക്കും കൂടെ കുറച്ച് സ്മെല്ല്. ഞാൻ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് മീഷോ എന്ന് വാങ്ങിച്ചതാണേ. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ആക്ച്വലി ഞാനിത് കാണിക്കാം, ഇതിൻ്റെ കാണിക്കാം. ഇതിന് ഈ ഒരു ടോപ്പും ഒരു ഷാളും മാത്രമാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാൻ്റ് ഇടാം. ഞാൻ വിചാരിച്ചു സാരിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കിപ്പം ഒരു ജെഗിൻസ് എന്തെങ്കിലും ഇടുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഷെയ്പ്പറും കൂടി ഇടുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ സാരി എടുക്കാൻ പോകുന്നത്. നോർമൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ പെയർ ബൈ പെയർ ആയിട്ട് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. അയൺ ബോക്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. എൻ്റെ അയൺ ബോക്സിന് കുറച്ച് വെയിറ്റ് ആയതുകൊണ്ട് ഞാനത് കൊണ്ടുവന്നില്ല. ഇവിടെ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അയൺ ബോക്സ് നമ്മൾ ഇൻ കേസ് നമുക്ക് സാരി ഡ്രേപ്പിങ്ങിന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനമാണ് വേണ്ടതെങ്കിൽ ലൈറ്റ് വെയിറ്റ് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ പേരായിട്ട് ഇത്ര ദിവസം നിന്ന് പൂജയ്ക്ക് അവരുടെ കയ്യിൽ അയൺ ബോക്സ് ഉണ്ട്, അവിടെ എടുത്തിട്ട് വരും. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ അയൺ ബോക്സ് ഉണ്ട്. അങ്ങോട്ട് ഇപ്പം അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ. ഇനി ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡിന് എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും നല്ല ഫുഡാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വടയുള്ള എന്തെങ്കിലും ഫുഡാണെങ്കിൽ ഓക്കെ, കഴിക്കാൻ പറ്റും. സാമ്പാർ കഴിച്ച് മടുത്തൊരവസ്ഥയാണ്. മറ്റേ ഒരു പ്രത്യേകതരം സാമ്പാറാണ് ഇവരുടെ. നമ്മുടെ നാട്ടിലെ പോലത്തെ അങ്ങനത്തെ ഒരു സാമ്പാറുണ്ട്. ഇങ്ങനെ ലൈറ്റായിട്ട് ഈ മല്ലിയിലേക്ക് ഇട്ടൊരു പ്രത്യേകതരം സാമ്പാർ കൊള്ളാം. പക്ഷെ എന്നാലും നമുക്കത് എപ്പോഴും അത് പിടിക്കത്തില്ല. അപ്പം 1-2 ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും ഇത് നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ ഇന്നലെ രാവിലെ നമുക്ക് സേമിയ ഉപ്പുമാവ് ഭയങ്കരമായിട്ട് മാഗിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഫുൾ മാഗിയുടെ ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കഴിക്കാമായിരുന്നു, അല്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലത്തെ ഒരു സാധനമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്ച്വലി കഴിച്ചില്ല, കുറച്ച് കഴിച്ചു കളഞ്ഞു. ഇന്നിനി എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയില്ല. എനിവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഹായ് ഗായ്സ്, ഞാൻ വിചാരിച്ചത് ഇന്ന് കുറച്ച് അതായത് വീഡിയോ വ്ളോഗ് പോലെ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് രാവിലെ ഇൻട്രോ ഒക്കെ എടുത്തതാണ്. പക്ഷേ ഞാനാണെങ്കിൽ മറന്നുപോയി. രാവിലെ ഫോൺ എടുത്ത് ബാഗിൽ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ വെളിയിൽ പോയപ്പോഴാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ടായിട്ട് ചെയ്യാമെന്ന്. കുറച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ ഫുള്ള് മറന്നുപോയി. ഇന്ന് ശരിക്കും നമ്മൾ ഫുൾ മേക്കപ്പ്, നമ്മൾ കോണ്ടോറിങ് വരെയാണ് പഠിച്ചത്. കോണ്ടോർ ഹൈലൈറ്റൊക്കെ പഠിച്ചു. പിന്നെ സാരി ഡ്രൈപ്പിങ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ ആയിട്ട് വലിയ ചാക്കൊക്കെ പോലത്തെ സഞ്ചിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. എന്നിട്ട് പക്ഷേ സാരി ഡ്രൈപ്പിങ്ങിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. എൻ്റെ മേക്കപ്പ് എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ മേക്കപ്പിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കാം, ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്ത കുട്ടി പുള്ളിക്കാരി പക്ഷേ 8 മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ആ ടൈമിലാണ് പുള്ളിക്കാരി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പം ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, 8 മാസം പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈം കിട്ടത്തില്ല. 9 വന്നാകുമ്പോൾ ഡെലിവറി ആവും, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ ചെയ്ത് പഠിക്കും. എനിക്കറിയില്ല കേട്ടോ അതൊക്കെ എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന്. പക്ഷേ പുള്ളിക്കാരി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്.
പത്മയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ അവരുടെ കന്നഡയിൽ വേറെന്തോ ഒരു മീനിങ് ആണ്, അറിയില്ല. അപ്പോൾ അവൾ എപ്പോഴും നമ്മൾ സംസാരിക്കാന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് വേറെ ഭയങ്കര ചിരി തമാശ അങ്ങനത്തെ രീതിയിലാണ്, വേറെ എന്തോ ഒരു ഡബിൾ മീനിങ് ആണെന്ന് തോന്നുന്നു അവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, നമ്മൾ പുറത്തു പോയി, നമ്മൾ ശരിക്കും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് അയ്യോ പാനിപ്പൂരി കഴിക്കണമായിരുന്നു, പിന്നെ പത്മയ്ക്ക് മുടി വെട്ടണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സലൂണൊക്കെ നമ്മൾ എത്രയാണ് റേറ്റ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിടത്ത് നമ്മൾ ചോദിച്ചിട്ട് 1800 രൂപ സംതിങ് അങ്ങനെ വന്നു. ഒരിടത്ത് 800 രൂപ ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പോൾ നമ്മൾക്ക് 800 രൂപയുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഇല്ല. സോ നമ്മൾ നാളെ ഒരു 7 മണിക്കത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു. എന്നിട്ട് ഇനി നാളെ പറ്റുവാണ്. ഇപ്പം നാളെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈം ഒത്തിരി പോകുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ നേരത്തെ ഒരു ഇൻഫോം ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നോർമലി നമ്മുടെ അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ. ദെൻ എൻ്റെ മുടി ഇവിടെ വന്നിട്ട് ചവർ പോലായി, ഭയങ്കര ഡ്രൈ, ടൂ മച്ച് ഡ്രൈ കണ്ടോ. അവിടെയൊക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു എൻ്റെ ഹെയർ. കുറച്ച് ലെങ്ത് വെച്ചു. എൻ്റെ ഫേസൊക്കെ കണ്ടോ. അവരിങ്ങനെ നമ്മൾ ബ്രഷ് ഇട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ, മേക്കപ്പിനകത്തും ബ്ലെൻഡിങ് ആണ് മെയിൻ ഇമ്പോർട്ടൻസ്. സോ ഇവരിങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ണിൻ്റെ ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സൂചി വെച്ച് ഇങ്ങനെ കുത്തറ പോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വേണമെങ്കിൽ ശരിയാക്കാം. അപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ബെയിലി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ബ്രഷാണ്. അത്രയ്ക്കൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വല്ല പാക്കിൻ്റെ ഒക്കെ ബ്രഷാണെന്ന് തോന്നുന്നു നല്ലത്. എല്ലാവരുടെയും കയ്യിൽ ബെയിലി ബ്രഷാണുള്ളത്. സോ എല്ലാവരും ഈ കുത്തായിട്ട് അയ്യോ, ഞാനും അവരെ കുത്തും, നമ്മളെ തിരിച്ചും അവരെ കുത്തും, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. സാരി ഡ്രൈപ്പിങ്ങിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് മറ്റേ പ്രീ ഹോൾഡ് എന്താണ് പറയുന്നത് ലാവണ്യ, പ്രീ ഹോൾഡിങ് സാരീന് നമ്മൾ നേരത്തെ ഓക്കെ ബോക്സ് ഫോൾഡിങ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇനി നാളെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം ഇവർ നമുക്ക് ക്ലാസ് തരും. ദെൻ നമ്മളതിൻ്റെ പ്രാക്ടീസ് ചെയ്ത് നോക്കി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് സെഷനിൽ കറക്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ദിവസം മേക്കപ്പ് ഒന്നും അറിയാണ്ട് ചുമ്മാ ജസ്റ്റ് കണ്ടതിൻ്റെ ബേസിലാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്തു. ഇപ്പോൾ കോണ്ടോർ ഹൈലൈറ്റ് ചെയ്തു. ഒരു നോർമൽ ഒരു മേക്കപ്പ് ലുക്ക് ഫുള്ളായിട്ടുള്ളത് നമ്മൾ ഇന്ന് ചെയ്തു. കംപ്ലീറ്റ് ഫേസ് ഫുള്ള് ചെയ്തു. ഇനി നാളെ നമ്മൾ സാരി ഡ്രൈപ്പിംഗ് ചെയ്യും. ദെൻ ഹെയർ സ്റ്റൈല് അങ്ങനെയാണ് പോകുന്നത് ഫുള്ള്. അപ്പോൾ അവരിപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നോർമലി ഇപ്പോൾ നമുക്കൊരു കിറ്റ് അവർ തരുമല്ലോ. അതിനകത്തുനിന്ന് അതിൻ്റെ കാജൽ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കാജൽ, കൺസീലർ, അതുപോലെ നമ്മുടെ തന്നെ ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലൂസൻറ്റ് പൗഡറൊക്കെ നമ്മുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക് പാലറ്റ് നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ തന്നെ. പിന്നെ അവർ നമുക്ക് തരുന്ന ഫൗണ്ടേഷൻ തരും, കൺസീലർ, കോണ്ടോർ, ഹൈലൈറ്റ്, ബ്ലഷ്, ഇതൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അവരുടെ പ്രൊഡക്റ്റ് അത് പല ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോരോ ഫൗണ്ടേഷൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മളെങ്ങനെ പോയാലും ഒരു രാവിലെ തൊട്ടിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച വരെ എടുക്കും. ഫസ്റ്റ് നമ്മുടെ ഒരു മോഡലിനെ നമുക്ക് സെറ്റാക്കാൻ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ സെക്ഷൻ ഫുള്ള് നമുക്ക് നെക്സ്റ്റ് നമ്മളിപ്പോൾ ആരാണോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇരുന്നിട്ട് അവരെ തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ ചെയ്യുന്നത്. ആ രീതിക്ക് ചെയ്യാനുള്ള ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ. മാക്സിമം ഒരു ദിവസം നമുക്ക് അത്രയും ടൈമേ കിട്ടത്തുള്ളൂ. ഇനി സാരി ഡ്രൈപ്പിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കിനും അത്രയും ടൈം പോലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ. നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. എനിക്കാണ് സാരീനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു വിധ ഐഡിയ ഇല്ല. അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും. പിന്നെ ഞാൻ അയൺ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി തോന്നുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി സ്റ്റീംഡ് അയൺ ബോക്സ് ആണ് വേണ്ടത്. നമ്മുടെ എങ്ങനെ ഫിലിപ്സിൻ്റെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. തന്നെയല്ല അതിന് കുറച്ച് വെയിറ്റും ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാലും കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. ഓൾറെഡി ഞാൻ ഭയങ്കര ടൂ മച്ച് ലഗേജ് ആയിട്ടാണ് വന്നത്. എനിക്ക് തിരിച്ചെങ്ങനെ പോകണമെന്ന് പോലും അറിയത്തില്ല. അതുപോലെ എനിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൊണ്ട് വേറെ ബാഗും വാങ്ങിച്ചു. കാരണം എനിക്ക് ഒറ്റ ബാഗിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇനി ഞാൻ അയൺ ബോക്സും കൂടെ വാങ്ങിച്ചാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരുടെയെങ്കിലും ഒരു അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ 2 പേരുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഒരു പേർ അറ്റ് എ ടൈമിൽ നമ്മൾ ഒരാളല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയും പ്ലഗും ഇല്ല. എല്ലാവർക്കും അറ്റ് എ ടൈമിൽ കുത്തി നിൽക്കാനുള്ള പ്ലഗൊന്നുമില്ല. സോ എല്ലാവരെയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതി ഇപ്പോൾ എൻ്റെ റൂമിൽ എല്ലാവർക്കും ഉണ്ട്. സോ ഐ തോട്ട് ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. എല്ലാവരും വീട്ടിലൊക്കെ വിളിക്കുന്നു.
വീട്ടിൽ വന്നിരിക്കുകയാണ്, ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. ദെൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ രാവിലെ തൊട്ട് എടുക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തു. അറ്റ്ലീസ്റ്റ് ഞാൻ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ്. അതായത് 19-ാം തീയതി ഒക്ടോബർ 19th വീഡിയോ ആണിത്. സോ നമ്മൾ പാനിപ്പൂരി കഴിച്ചതിൻ്റെയൊക്കെ ഷോർട്ടായിട്ട് ഞാൻ ഇടും. ഇത് നമുക്കിവിടെ ബെഡ് അങ്ങനെ വെച്ചാൽ കട്ടിലൊന്നുമില്ല, ബെഡ് നമ്മൾ നോർമൽ ബാംഗ്ലൂർ സ്റ്റൈൽ ജീവിതമാണെന്ന് എൻ്റെ അടുത്ത് അവലൂട്ടൻ പറഞ്ഞു. സോ ഞാൻ ഓക്കെ, അവരൊക്കെ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ എം ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി വിഷമമായേനെ. എനിവേസ്, അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ലെറ്റ്സ് ഗെറ്റ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ബൈ.